നമ്മളെ കുട്ടന്മാരോട് ഒരുങ്ങി കഴിഞ്ഞു. തവക്കൽത്ത് വരല്ല ഫ്ലൈറ്റ് യാത്രകൾ പേടി നട്ടം തിരിഞ്ഞ് ശിവാദയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. അപ്പം ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലഗേജുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 2 3 ടീഷർട്ട്, പിന്നെ അവിടെ ഒരു ടീഷർട്ട് ഉണ്ട്, പിന്നെ നമ്മളിവിടെ ഒരു ടീഷർട്ട് ഉണങ്ങാട്ടിട്ടുണ്ട്. പിന്നെ ഡ്രസ്സുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ അധികം എടുക്കില്ല. അപ്പോൾ 1 2 3 5 ടീഷർട്ട്, ബാക്കി ഇനി അവിടെ നിന്ന് വാങ്ങാം. പിന്നെ 1 2 3 4 5 ഒരു ജീൻസും, അങ്ങനെ 6 പാൻറ്. പിന്നെ 1 2 3 നിക്കറ്, പിന്നെ 1 ഇട്ടിട്ടുണ്ട്. പിന്നെ 1 2 3 4 ഇന്നേഴ്സ്, ട്രങ്കുകളാണ്. ഒരു പാൻറ് വേറെ തീരുമുണ്ട്, ഒരു പാൻറ്റും ഷർട്ടും വേറെ തീരുമുണ്ട്. പിന്നെ വാത്തിക്കൻ്റെ മുടിയിൽ തേക്കാൻ, പിന്നെ നമ്മളെ മൈക്ക് ഉണ്ട്, DJIൻ്റെ മൈക്ക്, പിന്നെ ഗോൾഗറ്റ് ബ്രഷ്, പിന്നെ ഒരു ചെറിയ സൺസ്ക്രീൻ. പെങ്ങന്മാരൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു ടാൻ അടിക്കുമ്പോൾ അത് നല്ലതാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു ടാബ്ലറ്റ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പം നാട്ടിൽ പോയിട്ട് പന്ത് കളിച്ചിട്ട് വീണിട്ട് എൻ്റെ വാരിലിന് ചെറിയൊരു സ്ക്രാച്ച് വന്നിരുന്നു. അപ്പോൾ അത് ചെറിയൊരു പെയിൻ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ക്ലിയറായി വരുന്നുണ്ട്. അതിൻ്റെ ഗുളികയാണിത്. ഓക്കെ, വേദന കൂടുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ നീർക്കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വന്ന് കുളിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതെടുക്കും. പിന്നെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാച്ച് ഇതിപ്പോൾ ഇന്നലെ അവിടുന്ന് സരോജിനി നഗറിൽ നിന്ന് വാങ്ങി വാച്ചാണ്. എങ്ങനെയുണ്ട്? ഈ 2 വാച്ച് നമ്മൾ കൊണ്ടുപോകും, ഇവിടെ വെക്കും. പിന്നെ നമ്മളെ പാസ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മളെ സുഹൃത്ത് അയച്ചെന്നൊരു മെർജിനും പെർഫ്യൂം. വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെർഫ്യൂം അയച്ചോളി, സ്വീകരിക്കും. ഓക്കെ, മർജി കിഡിലെ സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ പാത്തുമ, എൻ്റെ പിഞ്ചു, എൻ്റെ 3ാമത്തെ പങ്കിന് ജാനൂർ എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നത്. ഓക്കെ, പിന്നെ ഇത് വെയിറ്റിംഗ് ലോഞ്ചിൽ നിന്ന് കിട്ടിയ മറ്റേ സോസ് തരും. പിന്നെ പവർ ബാങ്ക് ഉണ്ട്, കണ്ണട ഉണ്ട്. പിന്നെ ഇപ്പം എന്താ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളൊരു SSD ഉണ്ട്, ഫോട്ടോസും വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ തവണൊന്നും എടുത്തിട്ടില്ല, ഇപ്പോൾ എടുക്കുകയാണ്. ഇതൊക്കെയാണ്. പിന്നെ ഈ ലഗേജ് ഞാൻ ടോട്ടൽ ഒരു 7 കിലോൻ്റെ ഉള്ളിലാണ് നമ്മളിത് ഒതുക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മളെ ഇതുണ്ട്, നമ്മളെ Insta360ൻ്റെ വടി ഉണ്ട്, അവിടെ ചാർജിങ്ങിലാണ്. Insta360 ഇതാണ് കേട്ടോ, ചാർജിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലഗേജുകളൊക്കെ സെറ്റ് ചെയ്തു. പാസ്പോർട്ട് കയ്യിലുണ്ട്. ഇത് കറക്റ്റ് നമുക്ക് ഏകദേശം ഒരു 5 കിലോൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ. 5 കിലോൻ്റെ ഉള്ളിൽ. കാരണം എന്താ പറയുക, ലഗേജുകൾ കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ചിലപ്പോൾ നല്ല റേറ്റ് കുറവിലുണ്ടാവും. അപ്പോൾ 7 കിലോൻ്റെ ഹാൻഡ് ബാഗേജ് മാത്രമുള്ള ലഗേജ് ഫ്ലൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ റേറ്റ് നല്ല രാവും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമുക്കുള്ളത് ഏകദേശം 25ഉം 7ഉം 37 കിലോ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വെറും 4-5 കിലോ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയാണ്, പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കോസ്റ്റ്യൂം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അവിടെ ഒരു കടയിൽ. കാരണം ഞാൻ അവിടെ പോയിട്ട് ഭക്ഷണം, കാരണം ഞാൻ ഫ്ലൈറ്റ് അവിടെ 1 മണിക്ക് ഇറങ്ങാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇതാണ്, അതായത് ബണ്ണ്, കുറച്ച് സാധനങ്ങൾ. 4 മണിക്കാണ് ഫ്ലൈറ്റ്. അതിൻ്റെ ഇടയ്ക്ക് കറൻസി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒക്കെ വഴിയിൽ കാണാം. ഓക്കെ, നമ്മൾ വിസ എങ്ങനെ കിട്ടിയത്, എങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിവിടെ ഒരു ATMൻ്റെ മുന്നിലെത്തി കുറച്ച് പൈസ മാറ്റി ഒരു 10,000 രൂപ കയ്യിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി അവിടുന്ന് എയർപോർട്ടിൽ നിന്നാണ് ഡോളർ മാറ്റണത്. ഡോളർ മാറ്റാൻ വേണ്ടിയിട്ട് ഓറിയൻറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ലോങ് ആണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ തന്നെ നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് പോവാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ വന്നത് കേട്ടോ. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ മെട്രോ കയറിട്ടോ. അതാണ് മെട്രോ ടിക്കറ്റ്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ കുറച്ചൊക്കെയാണ്. 1 മിനിറ്റ്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റുകൾ കുറവുണ്ട്, റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു ലഗേജിൻ്റെത് മാത്രം ഇതാക്കിയാൽ മതിയല്ലോ. പിന്നെ കുറച്ച് ബണ്ണ് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇനി എയർപോർട്ടിൽ പോകണം. ഓക്കെ, സമയം നമ്മളെ മെട്രോ വന്നു. നേരെ മെട്രോയിൽ കയറാം. നമ്മളെ മെട്രോയിലെത്തി.
അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തേ ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ റെഫർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ റിട്ടേൺ ടിക്കറ്റിൻ്റെ കാര്യമൊന്നും ആരും മെൻഷൻ ചെയ്ത് കണ്ടില്ല. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ശരിക്കും വേണം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോൾ അവിടെ എത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇല്ല. എന്തായാലും ടിക്കറ്റ് ഡമ്മി ബുക്ക് ചെയ്യുകയാണെങ്കിൽ, ഡമ്മി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരു 500 രൂപ കൊടുക്കേണ്ടി വരും. ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ആണെന്നുണ്ടെങ്കിൽ 1500 രൂപ എടുക്കേണ്ട എയർ ഇന്ത്യ ഒക്കെ പോലത്തെ. അപ്പോൾ നേരെ എന്ത് ചെയ്തു, 31-ാം തീയതി വരെയാണ് വിസ ഉള്ളത്. ഞാൻ എന്ത് ചെയ്തു, കൺഫേം ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങോട്ട് എനിക്ക് 11,800 ചില്ലറ റുപ്യക്കാണ് ടിക്കറ്റ് കിട്ടിയത്. അതായത് സഡൻ പ്ലാനാണല്ലോ. ഇന്നലെ ആണ് ബുക്ക് ചെയ്തത് ഇന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലേഷ്യ പോയപ്പോഴും തായ്ലൻഡ് പോയപ്പോഴും സൗദി പോയപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യം നമ്മൾ നേപ്പാൾ, പിന്നെ ദുബായ്, ഒമാൻ, സൗദി, പിന്നെ തായ്ലൻഡ്, മലേഷ്യ, ഇപ്പം നമ്മൾ വിയറ്റ്നാം. ഇത് നമ്മളെ 7ാമത്തെ രാജ്യമാണ് നമ്മൾ പോണത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാലിന് ചെറിയൊരു ഇതുണ്ടായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഇതുണ്ട്. അപ്പോൾ ലഗേജ് അധികം ഇതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ലഗേജ് അധികം ഇതാവണില്ല. റെസ്റ്റ് ചെയ്ത് ആകാരം പോവുക. നമ്മൾ ഓരോ സ്ഥലങ്ങളും മണ്ടി ചെന്നിട്ട് കുറേ പെട്ടെന്ന് തീർത്ത് പോരില്ല. മാക്സിമം നമ്മൾ ഓരോ സ്ഥലം മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. പോണ സ്ഥലങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടിയായിരിക്കും. എല്ലാം പോകണം ഇൻഷാ അല്ലാഹ്. പിന്നെ കാര്യമായിട്ട് പോണ വോയേജർ ഗ്രാമിൻ്റെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ ഡ്രീം ഫുക്കറ്റും ഡ്രീം വിയറ്റ്നാമും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. അങ്ങോട്ട് എനിക്ക് 11,000 സംതിങ്ങും, ഇങ്ങോട്ട് ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് 7,800 റുപ്യേൻ്റെ ഉള്ളിലാണ്. 7,500 റുപ്യേൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെട്രോയിലെത്തി. നമ്മളെ കാർഡ് യൂസ് ചെയ്താണ് ഞാൻ നേരെ സ്വൈപ്പ് ചെയ്തിപ്പോൾ പോകും. 113 രൂപ ബാലൻസ് ഉണ്ട്. അതായത് ഈ കാർഡ് നിങ്ങളേ ഡൽഹിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഈ കാർഡ് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇനി പോയി നോക്കാം, അവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം. ഓക്കെ, എയർപോർട്ടിൽ കയറട്ടെ. പിന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, 4:20 ഞാൻ ഇപ്പോൾ തന്നെ 1:33 പോകണമെന്നറിയാം. സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, കുറേ യാത്ര ചെയ്ത് പരിചയ ആൾക്കാരാണെങ്കിലും ഇനി അല്ലാത്ത ആൾക്കാരാണെങ്കിലും, എന്തിനാ നേരത്തെ പോകണം, 2 മണിക്കൂർ മുന്നേ 1 മണിക്കൂർ മുന്നേ പോയാൽ മതി. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ഭാരതമല്ല എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഒന്നും. അപ്പോൾ നമ്മൾ പറയണ പോലും ചെയ്തു തരില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വെറുതെ ചിമ്മുണ്ടാക്കും. സോ പോയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവുമല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അതിലേറെ ബെറ്റർ ഇൻ കേസ് എന്തെങ്കിലും ഇപ്പോൾ എത്ര നമ്മൾ ഒരുങ്ങിപ്പോയി കഴിഞ്ഞാലും കൽപ്പിച്ചുകൂടി ഇൻറ്റൻഷ്യലി നമ്മളെന്തായാലും ഒരു കാര്യം ഫോർഗറ്റ് ചെയ്യൂലല്ലോ, മറക്കൂലല്ലോ. അപ്പോൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എനിക്ക് കറൻസി എക്സ്ചേഞ്ച് സാധനങ്ങളൊക്കെ ചെയ്യണം. അപ്പം എന്താണ് നേരത്തെ പോവാണ്. ഓക്കെ, നമുക്ക് പോലീസുകാരും പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ 2nd ഫ്ലോറിലെത്തണം. ഞാൻ നേരെ മെട്രോൻ്റെ ഉള്ളിൽ തന്നെ വന്നേക്കാണ്. സമയം 1:53 എന്തിനാണ് വന്നത്, നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഭക്ഷണം ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ബണ്ണ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട്, കുറച്ച് ക്രീം ബണ്ണ് സാധനങ്ങൾ, ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 ഇവിടെ ഒരു ഡ്രിങ്ക്സ് കിട്ടും. എന്തിനു പറയാം, വിരാട് കോഹ്ലിൻ്റെ ആ സാധനം. അപ്പോൾ അതൊന്ന് 1-2 വാങ്ങണം. വാങ്ങട്ടെ. സംഭവം ഫുള്ള് കോമഡി ആയി. അത് ഞാൻ അതിലിങ്ങനെ ഇറങ്ങിയാണ്ട് അപ്പുറത്തേക്ക് പോയി. ലാസ്റ്റ് ഈ സ്ഥലത്ത് ഇങ്ങനെ എത്തി. അത് നമ്മൾ ഇത്രയും പരിചയമുള്ള ഒരു യാത്രികൻ, ഡൽഹിയിൽ എത്രയും കാലമുള്ള ഒരാൾക്ക് പോലും അങ്ങനെ തെറ്റുണ്ടെങ്കിൽ പുതിയ വരുന്ന ആൾക്കാർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഇനി വെള്ളമൊന്നും കാത്തിട്ടില്ല, നേരെ ഉള്ളിൽ കയറണം. നമ്മൾ നേരെ ഇനി ഉള്ളിൽ കയറണം. അവിടെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിൽ കയറണം. ഓക്കെ, അപ്പം ഇനി തിരക്കുണ്ടോ നോക്കണം. നേരെ ഇനി ബോർഡിംഗ് പാസ് വാങ്ങണം. ഇതിൽ കണ്ടിട്ടുണ്ടാവും, ഇതേപോലെ നമുക്ക് പോയി ടൈമിൽ നിന്ന് എടുക്കാം. നമുക്ക് കോഴിക്കോട് നിന്നൊക്കെ എടുത്തില്ലേ, അവിടെ നിന്ന് എടുക്കാം. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് വല്ല ചൊറകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ വന്ന് നോക്കട്ടെ. ഇൻഡിഗോൻ്റെ കൗണ്ടർ ഉണ്ട് ഇവിടെ. ഉണ്ടെങ്കിൽ കറക്റ്റ് 7 കിലോ. അപ്പോൾ എന്താ മാറിയാണ് 7 അതിൻ്റെ കിലോ ആണോ, എട്ടായില്ലേ ഫുഡ് ഉണ്ടെങ്കിൽ. അതാണ് ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കിട്ടിയ സമയത്ത് ഞാൻ ഫ്ലൈറ്റിൻ്റെ സീറ്റ് നമ്പർ 11A ചോദിച്ചു. അപ്പോൾ നമ്മൾ അത്
ഇല്ല. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മളവിടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ സീറ്റ് വേറെ ഏതൊരു കൺജസ്റ്റഡ് സീറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് കുറച്ച് മുന്നിക്കാക്കി തന്നു. പിന്നെ കംഫർട്ട് സീറ്റ് തന്നു, കുറച്ച് ലെഗ് സ്പേസ് ഒക്കെ ഉള്ള കുറച്ച് ഹൈറ്റുള്ള മനുഷ്യനായതുകൊണ്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ മത്സരം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടൂല. ചില സമയത്ത് നമ്മൾ ചില സമയത്തല്ല എല്ലാവരും കൈൻഡായിട്ട് നിന്നാൽ മതി. ഞാനതിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് ദേഷ്യമുള്ള ആളാണ് ഞാൻ, പക്ഷേ ഈ കൈൻഡ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ പ്രാക്ടീസിങ്ങിലാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ നമ്മളെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കയറാണ്. ഗേജുകൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പിൽ കയറാം. കാര്യം ഇതിൽ ഫുൾ എന്ത് ചെയ്താൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇതിലാക്കി വെച്ചു. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ ബാഗിൻ്റെ ഉള്ളിലാകുമ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടാവും. ഓക്കെ, പേഴ്സ്, വാച്ച്, സകല സാധനങ്ങളും ഇതിനുള്ളിൽ വെക്കണം. ഓക്കെ, നേരെ ഇതിനുള്ളിൽ കൊടുക്കും. ഒരു ഫോട്ടോ എടുത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ അഥവാ പൊക്കി കഴിഞ്ഞാൽ അറിയാം അത് ലെറ്റർ അതാണ്. അപ്പോൾ ഇനി ഇത് വിടും. അപ്പോൾ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ നേരത്തെ എത്താൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? നമ്മളൊരു ഇപ്പോൾ 2:21 അഥവാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യണം, അങ്ങനെ ടൈം പോകും. അപ്പോൾ കറക്റ്റ് ഫ്ലൈറ്റ് നമ്മളെ കാത്തിപ്പില്ല, ആണ് പോകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ കറൻസി എക്സ്ചേഞ്ച് ഒരു 16 റുപ്യാണ് കയ്യിലുള്ളത്, പൈസ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആയി കുറച്ചുകൂടി പൈസ ഡോളർക്ക് ആക്കിയിട്ട് പോവാം. ഫ്ലൈറ്റ് 664.15 ഇതിലെവിടെ 664.15 ഇൻഡിഗോ. 4:20 നമ്മൾ ഫ്ലൈറ്റ്. കൊൽക്കത്തയ്ക്കാണ് ആദ്യം. കൊൽക്കത്ത പോയിട്ടാണ് പിന്നെ നമുക്ക് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളത്. ഇതിൽ വന്നിട്ടില്ലേ 4:20 ഫ്ലൈറ്റ് അവിടെ കാണില്ലല്ലോ. റബ്ബേ, അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഇതിന് കാണില്ല, പക്ഷേ ഇവിടെ ബോർഡിങ് കിട്ടിയ സ്ഥിതിക്ക് 12ാമത്തെ ഗേറ്റാണ് പറഞ്ഞത്. അപ്പോൾ അത് പോയി നോക്കാം. ലോഞ്ചിലൊക്കെ പോകാൻ പോകുന്നുണ്ട്, പക്ഷേ കാർഡ് അവിടുന്ന് എടുക്കും, ഇൻ്റർനാഷണൽ കാർഡ് യൂസ് ചെയ്യാം. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ലോഞ്ചിലൊക്കെ കയറുമ്പോൾ നല്ല മുതലാക്കാൻ പറ്റണം, ആ രീതിയിലേ കയറാൻ പറ്റുള്ളൂ. ഇതെന്താ ഓരോ കൗതുകങ്ങളത്. എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റ് 2. ഇതായിരിക്കും ഗേറ്റ്. ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്ന ആളുകൾക്കുള്ള ഇൻഫർമേഷനാണ്. അങ്ങനെ കുറേ കണ്ട നമ്പേഴ്സ്. അതാണ് ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ. നമുക്ക് 12ആണ്. ഓക്കെ, അന്ന് ഇന്ദിരാഗാന്ധി പ്രിയങ്ക ഗാന്ധി ഞാനും ഒരു ഫ്ലൈറ്റിലൊരു വീഡിയോ കണ്ടില്ല ഞങ്ങൾ. അത് ഈ ഏരിയയിലാണ് അന്ന് ഞങ്ങൾ ഇരുന്നിരുന്നത്, ആ 3ാമത്തെ ഗേറ്റിൻ്റെ അവിടെ. കുറേ യാത്രക്കാർ അങ്ങും ഇങ്ങും ഒക്കെ ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് എയർപോർട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കച്ചറ ഉണ്ടായാലുണ്ട്. അപ്പോൾ 12ാമത്തെ ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോയി വരാം. ഓക്കെ, അപ്പോൾ ഇനി കൊൽക്കത്തയിൽ നിന്നാണ് നമ്മളിതുണ്ടാവുക. ബാക്കി ഇതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ്, അതായത് ഇമിഗ്രേഷൻ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ കൊൽക്കത്ത കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് അല്ലേ. പുറത്തെല്ലാം മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഇനി ഇവിടുന്ന് 12ാമത്തെ ഗേറ്റിൽ നമ്മളെ കുട്ടന്മാരോട് ഒരുങ്ങി കഴിഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. 2:41 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ്. ഓക്കെ, ഫ്ലൈറ്റുകൾ ഇങ്ങനെ വന്ന് നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത യാത്രകളൊക്കെ നമുക്ക് ഇതിൽ പോകണം. ഇതിലോ ബിസിനസ് ക്ലാസ് എടുത്തിട്ട് പോകണം, അല്ല ആമീൻ പറയും. അപ്പോൾ ഇതിൻ്റെ ഡൗട്ട് എന്താ പറയുക, നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്ത സമയത്തേ മലയാളീസ് ഉണ്ട് ഇവിടെ.
ഈ ഫ്ലൈറ്റിൽ നമ്മൾ മൂത്രയിക്കുമ്പോഴും അല്ലെങ്കിൽ മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്ന സമയത്ത് ആ വേസ്റ്റ് ആകാശത്തേക്ക് പോവാണോ, ദ്രവിച്ചു പോവാണോ? എനിക്കിപ്പോഴും വിശ്വാസമില്ലാത്തൊരു സാധനമാണ് എന്തോ ഈ ഫ്ലൈറ്റ് എങ്ങനെ പോണത്. സംഭവം ക്വാണ്ടം ഫിസിക്സൊക്കെ ആണെങ്കിലും ഒരു ഐഡിയ കിട്ടില്ല. ചെറിയ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇത് ഇൻഡിഗോൻ്റെ ബസ് സ്റ്റാൻഡുണ്ട്, ഫ്ലൈറ്റിൻ്റെ സ്റ്റാൻഡാണ് തോന്നുന്നുണ്ട്. ഫുള്ള് ഇവിടെ ഇൻഡിഗോ ആണ്. ഇവിടെ സ്പൈസ് ജെറ്റ് ഉണ്ട്, അപ്പുറത്ത് എയർ ഏഷ്യ ഉണ്ട്, അപ്പുറത്ത് വേറെ സ്പൈസ് ജെറ്റ്. അല്ല, വിമാനത്തിൻ്റെ ഷെഡ് നോക്കി കണ്ടുകൾ, വിമാനത്തിൻ്റെ ഷെഡ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ കാത്തുക്കൽ തുടങ്ങിയിട്ട് മഴയല്ല നനഞ്ഞിക്കൽ ഇതൊക്കെ. അപ്പോൾ ബോർഡിങ്ങിന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബോർഡിങ്ങല്ല, മറ്റേത് ഫ്ലൈറ്റ് എൻട്രൻസ്. അപ്പോൾ നേരെ പോവാണ്. ഓക്കെ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ക്രീം ബണ്ണ് വാങ്ങിക്കണമെന്നില്ലേ, അത് നോക്കാം. ഓരോരുത്തർ ഇവിടെ നിങ്ങൾ തിന്നുമ്പോഴേ നമുക്കും പൂതിയോ. അപ്പോൾ നല്ല ക്രീം ബണ്ണ് വാങ്ങിയത് കഴിഞ്ഞു. ഫ്ലൈറ്റ് പോകണമെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് കാറ്റ് പോകുന്നത്. അപ്പോൾ സോൺ 4 വിളിച്ചിട്ടുള്ളത്. ഫ്ലൈറ്റ് കയറുമ്പോൾ അറിയാത്ത ആൾക്കാരോടാണ്. ഈ സോൺ 4 സോൺ 2 ഉണ്ട്, ഇതാണ് സോണ്. അപ്പോൾ വിളിക്കുമ്പോൾ കയറാം. സീറ്റ് 22F. ഓക്കെ, അപ്പോൾ സോൺ 4 ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നമ്മൾ സോൺ 2 ആണ്. നമ്മളെ ബോർഡിങ് എത്തി. അപ്പോൾ നമ്മൾ ഒടുവിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. തവക്കൽത്ത് വരല്ല, ഫ്ലൈറ്റ് യാത്രകൾ പേടിയാണ്. ഇല്ലെങ്കിൽ വെച്ച് വിശ്വാസമില്ലാത്തൊരു സാധനമാണ് ഫ്ലൈറ്റ് എങ്ങനെ പോകുന്നുള്ളത്. ഫ്ലൈറ്റ് അവിടെ ഉണ്ട്, ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. ഓക്കെ, സീറ്റ് 22F ആണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തി. ഹായ് ബ്രോ. ഹായ്. സോ പേടിയുണ്ടോ ചോദിച്ചാൽ ചെറിയ പേടിയുണ്ട്. കുഴപ്പമൊന്നുമില്ല, പിന്നെ തന്നെയല്ലേ. അപ്പം നമ്മൾ നേരെ കൊൽക്കത്ത എത്തിയിട്ട് കാണാം. ഓക്കെ, we request your attention for this important safety information. Government regulations do not permit smoking, tobacco use, vaping, and the consumption of personal alcohol on this flight. Please note that smoke detectors are installed in all lounges. Mobile phones and other small handheld electronic devices will be used in flight mode only. Please store your devices for takeoff. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് ഒരുങ്ങാണ്ടോ ഓടി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ കൊൽക്കത്ത എത്തിയിട്ട് കാണാം. നമ്മൾ ലാൻഡിങ്ങിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ മേഘങ്ങളിലൂടെയാണ്. താഴെ ചെറിയ ലൈറ്റ് കണ്ടു തുടങ്ങി. നല്ല രീതിയിലൊന്ന് ഉറങ്ങിയിരുന്നു.
ലാൻഡ് ചെയ്തിട്ടോ. നമ്മൾ കൊൽക്കത്ത എയർപോർട്ടിലെത്തി. സംഭവം എന്താ വെച്ചാൽ ഒരു ചെറിയ മന്ദൂബളാണ്. ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ 4 ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നത്. കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇവർക്കൊരു ഇതുമില്ല. എന്നിട്ട് ഓടി വരുന്നുണ്ട്. 2 ആൾക്കാരെ കിട്ടിയില്ല. അപ്പോൾ ഒന്ന് ഞാനായിരുന്നു. നമ്മളെവിടെയും ഡിലേ ആയിട്ടില്ല. അപ്പോൾ നേരെ നമ്മൾ പോവാണ്. ഓക്കെ, സീത ഹോച്ചിമിൻ സിറ്റി. ഇതൊക്കെ ഇവിടുന്ന് കണ്ട ആൾക്കാരാട്ടോ. ഇവരൊക്കെ സ്റ്റേഷനും കാര്യങ്ങളും കഴിഞ്ഞു. ആദ്യമായിട്ട് അടുത്ത നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടീമിനെ കാണുന്നത്. കാരണം എൻ്റെ പാസ്പോർട്ട് ചെറിയൊരു ഫോട്ടോ എന്നെ പഴയ അറിയണ കുറേ മുന്നേ അറിയുന്ന ആൾക്കാർ കാര്യമുണ്ടാവും. കുറച്ച് മുടിയും താടിയൊക്കെ വളർത്തി നടന്നതിന് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ കാര്യങ്ങളുണ്ടായതുകൊണ്ടേ ചിലപ്പോൾ ഇമിഗ്രേഷൻ ഇങ്ങനെ ടൈം ആക്കും. അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകണം. ഓക്കെ, അപ്പോൾ 7:30 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എത്ര അയക്കണ്? 7:15. അങ്ങനെ പോവാം. ഇതിനെ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ മന്ദംകോട്ടയിലല്ല, ഇതൊന്നും വർക്ക് ചെയ്യണല്ല, നടന്ന് കയറണം. എന്തായാലും ആ വേഗത്തെ പയ്യനെ കൊടുക്കന്നെ തോന്നുന്നുണ്ട്. ഓ, നടന്ന് എത്തി. ഇമിഗ്രേഷൻ ഒക്കെ ഫാസ്റ്റ്, സിമ്പിൾ. മെയിൻ ഇതിൻ്റെ മേലെ കുഞ്ഞും കയറണോ? അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് ഇപ്പം നമ്മൾ നേരെ ഇൻ്റർനാഷണൽ വെയിറ്റ് ചെയ്യാണ്. ഇത് ഏതാ സ്ഥലം? എയർപോർട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. കുറച്ച് ബണ്ണൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തുകൊണ്ട് കഴിച്ചത്. എന്തായാലും ഞാൻ ഡയറ്റിങ് തീരുമാനിച്ചിട്ടുണ്ട്. കൊൽക്കത്ത എയർപോർട്ടിൽ നിന്ന് പിടിച്ച സാധനങ്ങളത്. നമ്മളെ ചെക്കിൻ കഴിഞ്ഞ് സാധനങ്ങളും സെറ്റാക്കണം. അപ്പോൾ കൊൽക്കത്ത എയർപോർട്ടിൽ നിന്നും ഹോച്ചിമിൻ സിറ്റിയിലേക്കുള്ള വഴിയിൽ ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണം എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഒരു ഭുജിയ വാങ്ങിയിട്ടുണ്ട്. വരാ, രശ്മിയും ഷാരൂഖ് ഖാനും പുറത്ത്. അപ്പം നോർത്ത് ഇന്ത്യൻ മിക്സർ ഉണ്ടല്ലോ, ഭുജിയ. അപ്പോൾ എന്തും കഴിച്ച് നേരെ ഉള്ളിൽ കയറണം. അപ്പോൾ നമ്മളെ വേദനയ്ക്കുള്ള ഇത് ഗുളിക കുടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കുമോ? വേഗത്തിൽ നോക്കണോ? അപ്പോൾ how are you? Good. Where are you going? Hochimin City. Okay. Have a good vacation. घूमने के लिए? Yes. अच्छा. Yeah, me too. Okay. Me too. Yeah. What's your name? Sid. Sid from? Sid from India. Mumbai. Hey. Okay, myself Shafiq from Kerala. Oh, okay. Wow. Okay, nice to meet you guys. Yeah. Okay. The land of God, huh? Yeah, God's our country. So, flight. നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. നമ്മൾ വാഷ്റൂമിൽ കയറി. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ബാത്റൂം. ഓക്കെ, എൻ്റെ ഒരു ഡൗട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫ്ലൈറ്റിൽ കാര്യം സാധിക്കുമ്പോഴേ ഈ സാധനം എങ്ങോട്ടാണ് പോണത്? അതായത് ആവിയായിട്ട് പോവാണോ ആകാശത്ത്? അറിയില്ല. ഉള്ളിൽ പോട്ടെ. ഭക്ഷണം ഇത് വെച്ചു ഞാൻ കാണിച്ചത്. നമ്മൾ സീറ്റിലെത്തി. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, വെള്ളം തന്നു. പിന്നെ ഞാനിപ്പോൾ വാങ്ങിയ ഭുജി അവിടെ ഉണ്ട്, പിന്നെ ബണ്ണ്, പിന്നെ നമുക്ക് ഗുളിക കുടിക്കട്ടോ. शुरू करने के लिए आप अपने बड़े बैग्स को ऊपर वाले ओवरहेड बिन में और छोटे बैग्स को सामने वाली सीट के नीचे रखें. कृपया अपनी सीट पर बैठ जाएं और प्रस्थान के लिए आयल को खाली रखें. धन्यवाद. Welcome to Indigo. We would love to take off with you at the earliest. To help us get going, please keep your large bags in the overhead bin above and small bags under the seat in front of it. Please take your seats and keep the aisle free for a quick departure. Thank you. ഡിന്നറാണ്. നല്ല വിശപ്പുണ്ട്. ഇതെല്ലാവരും ഇഷ്ടമല്ല.
AC മതിയില്ല. ഞാൻ അവിടെ എത്തിയിട്ട് നല്ലതാണ്. കൊളസ്ട്രോളാണ്, കുറച്ചെന്നാ മതി. കരിച്ചോ പൊരിച്ചോ അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. अब हम उड़ान के लिए तैयार हैं। आयल को खाली रखने से हमें जल्दी बोर्डिंग कंप्लीट। ग्राउंड पर्सन टू प्लेन पैसेंजर सेट डाउन प्लीज। थैंक यू। ट्रे टेबल बंद करें, सीट बैग सीधी और विंडो शेड्स खुले रखें। टेक ऑफ और लैंडिंग के दौरान कैबिन की बत्तियां धीमी की जाएंगी। यदि आप पढ़ना चाहें तो पैनल में लगी बत्ती का प्रयोग कर सकते हैं। जलपान का चयन और दिलचस्प जानकारियों के लिए आप हमारी हेलो 6E मैगजीन को पढ़ सकते हैं। धन्यवाद। As we prepare for takeoff, keeping the aisle clear will help us depart quickly. Please ensure your seat belt is fastened, tray table is closed, seat back is upright, and window shades are open. The cabin lights will be dimmed for takeoff and landing. Should you wish to read, please use the light in the panel above. Our Hello 6E magazine is available for your reading delight and menu choices. Thank you. Menu choices. हमारी एक्सेल सीट्स शुल्क पर उपलब्ध है। कृपया विमान നമ്മൾ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇന്നത്തെ ടേക്ക് ഓഫിലാണ്. ആൾക്കാർ കുറവായതുകൊണ്ടേ ഒരു ആ ഒരു ഫീലില്ല, ആ ഒരു ഫീലിഡ് വന്നു. അപ്പോൾ ഞാൻ അവിടെ തിരി കാണാം. ഓക്കെ, വേറൊരു കാര്യം തരുമോ? ഞാൻ പറഞ്ഞില്ലേ, എപ്പോൾ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിലും എനിക്ക് ആ സീറ്റ് എടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും സീറ്റ് കാലി കിട്ടും. ഞാൻ അവിടെ കടന്നിറങ്ങിയിട്ടാ പോവാം. നമ്മൾ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇന്നത്തെ ടേക്ക് ഓഫിലാണ്. ആൾക്കാർ കുറവായതുകൊണ്ടേ ഒരു ആ ഒരു ഫീലില്ല, ആ ഒരു ഫീലിഡ് വന്നു. അപ്പോൾ ഞാൻ അവിടെ തിരി കാണാം. ഓക്കെ, വേറൊരു കാര്യം തരുമോ? ഞാൻ പറഞ്ഞില്ലേ, എപ്പോൾ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിലും എനിക്ക് ആ സീറ്റ് എടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും സീറ്റ് കാലി കിട്ടും. ഞാൻ അവിടെ കടന്നിറങ്ങിയിട്ടാ പോവാം. അങ്ങനെ ഏറെ നേരത്തെ യാത്രകളിൽ നമ്മോടെത്തി. നീണ്ട 5-6 മണിക്കൂർ നീണ്ട ഫ്ലൈറ്റ് യാത്രക്കൊടുവിൽ നമ്മൾ വിയറ്റ്നാമിൻ്റെ മണ്ണിൽ കാലുകുത്തി. നമ്മൾ ഒഫീഷ്യലി വിയറ്റ്നാമിലെത്തി. ഇനി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിലുണ്ട് നമ്മളെ ലഗേജുകൾ. നേരെ ഇനി പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. ഇമിഗ്രേഷൻ കൗണ്ടർ പൊട്ടച്ചറേ ഫുൾ തിരക്കാണ്. ആകെ ഇവിടെയൊക്കെ കാലിയായി കിടക്കണം മറ്റേത് ഇമിഗ്രേഷൻ കൗണ്ടർ. പിന്നെ നമ്മൾ നേരെ ഇവിടെ ക്യൂക്കണം. ഇവിടെ വരുന്ന സമയത്തേ ഡോളർ കയ്യിലാക്കി എന്തെങ്കിലും വന്നോണ്ട് ഞാൻ അതിന് കുറേ നടന്ന് കിട്ടിയില്ല. എൻ്റെ കയ്യിലൊരു $300 ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ പോരിൻ്റെ 2-3 ദിവസം മുന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് അത് അവിടുത്തെ നാടത്തെ ജ്വല്ലറി കൊടുത്താണ്ട് ആകെ തീരുമാനമാക്കി. $300 ശേഷം 26,000 സംതിങ് ഉറുപ്പിക കിട്ടി. അപ്പോൾ ഈ നിൽക്കുന്ന വഴിയൊക്കെ അവിടെ ഇമിഗ്രേഷൻ കാര്യങ്ങൾക്കാണ്. പിന്നെ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ കയ്യിൽ സിം കാർഡും വേണം, നെറ്റ്വർക്ക് ഇല്ലേ ഒന്നും നടക്കൂല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നീണ്ട വഴിയുണ്ടോ? നാട്ടിൽ 12:15 ഇവിടുത്തെ 1 സംതിങ്ങാണ്. നട്ടം തിരിഞ്ഞ് ലാസ്റ്റ് ഇതിന് പൈസ ഇട്ടിട്ടോ 5 ലക്ഷം. അങ്ങനത്തെ 5 നോട്ട് നമ്മൾ ATM യൂസ് ചെയ്ത് നമ്മൾ എടുത്തു. സെറ്റ് സംഭവം കുറച്ച് പൈസ നാട്ടിൽ നിന്ന് കൂടുതൽ പോയേക്കും, പക്ഷെ കുഴപ്പമില്ല, എന്തായാലും കുടുങ്ങിയില്ലല്ലോ. അത് ഇന്നാണ് മലേഷ്യയിൽ പോയപ്പോൾ തായ്ലൻഡും ഇതേപോലെ എടുത്തിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പോയോട്ടെ കേട്ടോ. ഫൈനലി വലിയൊരു ഒബ്സ്റ്റക്കിൾസ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവിടെ എമിഗ്രേഷനിൽ വീണ്ടും സ്റ്റക്കായി കിടക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോഴുള്ള പോലത്തെ യു ഗോട്ട് so they are from Hyderabad and also some of them
കുറച്ച് ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് പറയില്ലേ, കുറച്ച് ആൾക്കാരവിടെ ഉണ്ട്, വേറെ വേറെ രാജ്യക്കാരൊക്കെ, മീൻസ് രാജ്യക്കാരല്ല, ആകെ കിളി പാറിക്കുന്നു നമ്മളെ നാട്ടുകാർ, മലപ്പുറം മലയാളികളല്ല ഇന്ത്യക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ട് കിട്ടി, ഇനി ഇവിടെ ബാക്കി പ്രോസസ്സ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ ഗ്രാബ് എന്നൊരു ആപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്തിരിക്കണേ, ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഇതായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിയറ്റ്നാമിലേക്ക് എങ്ങനെ വരാമെന്നുള്ള സകല കാര്യങ്ങളും നമ്മളടുത്തൊരു ഉടനെ ഒരു വ്ലോഗിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ ഇമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു, നമ്മൾ ഇനി നേരെ പുറത്തേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ലഗേജ് കാത്തുക്കണോല് അതിനായിട്ട് ഇമിഗ്രേഷൻ ഒരു പണിയില്ല കേട്ടോ. ഇമിഗ്രേഷൻ്റെ വെറുതെ ജസ്റ്റ് അടിച്ചു തരും, അവരുടെ ക്യാമറയ്ക്ക് നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല, നമ്മളെ വേറിലെടുക്കുക അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ലഗേജ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാഗ് മാത്രമല്ല, അപ്പോൾ അതിന് കാത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിം എടുത്തു, സിമ്മിന് 370 വിയറ്റ്നാം ഡോങ് കൊടുത്തു, സിം എടുത്തു. ഓക്കെ, ഇനി ഗ്രാബിൻ്റെ ആപ്പ് എടുത്ത് തുറന്നിട്ട് അത് വെക്കണം, നേരെ ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ ഇവിടെ എത്തി. ബസ് ഉണ്ടെങ്കിൽ അതിന് പോവാം, അല്ലെങ്കിൽ നേരം അതിന് പോട്ടെ. ഗ്രാബ് ബുക്ക് ചെയ്തു, നമുക്ക് 2 പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ദേ ആർ ഫ്രം ഹൈദരാബാദ്, ദേ ആർ ന്യൂലി മാരീഡ് കപ്പിൾ. ഹലോ, വാട്ട്സ് യുവർ ശിവ ആൻഡ് സ്നേഹ ആൻഡ് ശിവ, ദേ ആർ ഫ്രം ഹൈദരാబాద్. ఎక్కడు ఎన్బకొత్తి అందరికీ నమస్కారాలు విన్నారు. అందరికీ నమస్కారం. సో అవర్ గ్రాబ్ ఈస్ అబౌట్ కమ్. സോ യാ, പോണ വഴിക്കുള്ള കാഴ്ചകളാണ്. ടാക്സികൾ ഹ്യുണ്ടായി സെറ്റപ്പുകളാണ്. ഫോർച്യൂണറാണ് പോണത്. അവിടെ നിന്ന് അടുത്തൊരു നമ്മൾ ഇന്നോവ ക്രിസ്റ്റയാണ് തോന്നുന്നുണ്ട്. നമ്പേഴ്സൊക്കെ ഈ സെറ്റപ്പിലാണ് ഇവിടുത്തെ നമ്പേഴ്സ് കേട്ടോ. നമ്മളെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാറെത്തി, അപ്പോൾ നമ്മൾ 3 പേരും ഇതിൽ പോവാണ്. ഓക്കെ, ഡ്രൈവിംഗ് സീറ്റ് ഈസ് ദ ആൻസർ. റൈറ്റ് സൈഡിലാണ്. യാ, ഐ തോട്ട് ഡ്രൈവിംഗ് സീറ്റ് ഈസ് ദ. സോ ഇനി നമ്മൾ നേരെ നമ്മളെ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഓക്കെ, ഹൗ യു? Hello, വാട്ട്സ് യുവർ ഗുഡ് നെയിം? I'm Fabi. ഫാബി. ഓക്കെ, ലാംഗ്വേജ് ഒക്കെ ഭയങ്കര കഥയാണ്. സോ നമ്മളിനി നേരെ എയർപോർട്ടിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വിയറ്റ്നാമിൻ്റെ ഹോച്ചിമിൻ സിറ്റിയുടെ പട്ടണാന്തരങ്ങൾ. ഓക്കെ, ഡ്രൈവിങ് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ശരിക്കും ഞാനാ ഡ്രൈവ് ചെയ്യണ്ട, ഈ സൈഡിൽ ഇരുന്നുണ്ട് ഇങ്ങനെ വിടണം. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. ഓക്കെ, റൂമിലെത്തിയിട്ട് കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു ഹോസ്റ്റലിലാണ് വന്നിരിക്കുന്നത്. സംഭവം ലാംഗ്വേജ് അറിയാതെ, ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ കുറേ ആൾക്കാരെ വീഡിയോ കണ്ടിരിക്കണേ, ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റർ വേണം, അല്ലെങ്കിൽ ആകെ പെടും. പിന്നെ ലക്ഷങ്ങൾ കൊണ്ടാണ് കളി, അത് 300 കൊണ്ട് നമ്മളിട്ട് ഹരിച്ചണം, അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് കിട്ടുള്ളൂ. കോണിയൊക്കെ ഒരു കോമഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കിടക്കുന്ന ഹോസ്റ്റലിലോ. വിശദ വിവരങ്ങൾ നാളെ തരാം. ഓക്കെ, ആക്ച്വലി നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഹോസ്റ്റലാണ്, നമ്മൾ റൂമിൽ കയറി. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ. ഓക്കെ, വിശദ വിവരങ്ങൾ നാളെ കാണിച്ചു തരാം. നാളെ നമ്മൾ കംപ്ലീറ്റ് കറങ്ങാറങ്ങും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വിയറ്റ്നാമിൻ്റെ പുതിയ വിശേഷങ്ങളൊരു കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.